നമസ്തേ. ആറ്റുകാൽ പൊങ്കാലയുടെ മാഹാത്മ്യത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ നടക്കുന്ന പൊങ്കാല പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഭാഗമാണത്രേ. ടൂറിസം വളർത്താനുള്ള സാധ്യതകൾ പരിശോധിക്കാനാണത്രേ മരുമോന്റെ തീരുമാനം. പല നാട്ടിൽ നിന്നും വരുന്ന ഭക്തർ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി സമർപ്പിക്കുന്ന പൊങ്കാല ചോറിലും ഇനി അമ്മായിപ്പനും മരുമോനും സെസ് പിരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകർ പൊങ്കാലയിട്ടിട്ട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണുന്നുണ്ടത്രേ. ടൂറിസ്റ്റുകൾ വന്ന് പൊങ്കാല കാണുന്നുണ്ടത്രേ. അപ്പോൾ അനന്തമായ സാധ്യതകളെ കുറിച്ച് പഠിച്ച ശേഷം ഇനി പൊങ്കാലയിടാൻ വരുന്നവർക്ക് കല്ലിനി നികുതി, സ്ഥലത്തിന് നികുതി, പൊങ്കാല അമ്പലത്തിനടുത്തിടാൻ കമ്മീഷൻ, ആദ്യം നീതിച്ചു കിട്ടി ഇൻസ്റ്റന്റ് അനുഗ്രഹം ലഭിക്കാൻ വെർച്വൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടാകുമായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ മരുമോന്റെ കുടുംബക്കാർ ഹജ്ജിന് പോകുന്നത് സ്ഥലം കാണാനായിരിക്കും. പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഭാഗമായി സൗദിയുടെ ടൂറിസം വളർത്താനായിരിക്കും. എന്താണ് ചകാവേ നിങ്ങൾ ആവശ്യമില്ലാതെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെട്ട് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹനിക്കുന്നത്? എന്തിനാണ് എല്ലാത്തിനുമുപരി പണമാണെന്ന സ്വാർത്ഥ ചിന്തയിൽ ഓരോന്ന് വിളിച്ചു പോകുന്നത്? ആറ്റുകാൽ പൊങ്കാലയുടെ മാഹാത്മ്യം നശിപ്പിക്കാം എന്നാണ് കരുതുന്നത് എങ്കിൽ അതിന് ഞങ്ങൾ ഹിന്ദുക്കൾ കൂട്ടുനിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ചോദിക്കാൻ വരുന്നത് സ്ത്രീ സമൂഹം തന്നെയായിരിക്കും. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു നാട് കുട്ടിച്ചോറാക്കാനായി ഒരു തവണ നിങ്ങൾ വന്നു. പിന്നെ എന്തുണ്ടായി എന്ന് നിങ്ങൾ കണ്ടതാണ്. ചരിത്ര താളുകളിൽ എഴുതി വെക്കപ്പെട്ട മഹാത്മ്യത്തെ തച്ചുടച്ച് ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം വിഷമിപ്പിക്കാമെന്നുള്ള നിങ്ങളുടെ ആർത്തിമൂത്ത വിഷചിന്താഗതിയുടെ വിത്ത് കേരളത്തിൽ പാകാമെന്ന് മരുമോൻ കരുതേണ്ട. നടക്കില്ല. അതിവിടെ ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല.